empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചത് നമ്മൾ പഴയ നിയമ പുസ്തകത്തിലെ എസ്തേറിന്റെ പുസ്തകത്തിൽ കാണുന്ന സേരശിനെ കുറിച്ചായിരുന്നു. ഹാമാന്റെ ഭാര്യയായ സേരശിനെ കുറിച്ച്. തൻ്റെ ഉപദേശത്തിലൂടെ എപ്രകാരമാണ് ആ ഒരു കുടുംബം തകർന്നു പോയതെന്ന് നമ്മൾ കണ്ടു. കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കാതെ അവൾ തൻ്റെ ഭർത്താവിന് ഉപദേശം നൽകിയപ്പോൾ അത് ആ കുടുംബത്തിന് വലിയ അപകടമായി മാറുകയായിരുന്നു. ആ കുടുംബം ഒന്നാകെ നശിച്ചു പോവുകയായിരുന്നു. കർത്താവിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് എപ്രകാരം കുടുംബത്തിലായിരിക്കണമെന്ന് സേരശിന്റെ ജീവിതത്തിലൂടെ കർത്താവ് നമ്മോട് പറയുകയായിരുന്നു. സങ്കീർത്തനങ്ങൾ 119 അധ്യായം അവിടെ 66 തിരുവചനത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്: അങ്ങയുടെ കൽപ്പനകളിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് അറിവും വിവേകവും എനിക്ക് ഉപദേശിച്ചു തരണമേ. ദാവീദ് രാജാവ് പറയുകയാണ്, അങ്ങയുടെ കൽപ്പനകളിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, എനിക്ക് അറിവും ഉപദേശവും പകർന്നു നൽകണമേ എന്ന്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തകനോടൊപ്പം ഈ ഒരു പ്രാർത്ഥന നമുക്കും പങ്കുവയ്ക്കാം. കർത്താവിൽ നിന്ന് അറിവും വിവേകവും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കുവാൻ, നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ജീവിത മേഖലകളിൽ വ്യാപരിക്കുവാൻ ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവിന് പരിപൂർണമായി നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ വചനം നമ്മളോട് എന്ത് പറയുന്നുവോ അത് ഉള്ളു തുറന്ന് സ്വീകരിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാനുള്ള കൃപയ്ക്കായി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ഹല്ലേലൂയ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ, ആത്മാവാം ദൈവമേ വരണേ, പരിശുദ്ധാത്മാവേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹല്ലേലൂയ. ആത്മാവാം ദൈവമേ വരണേ, പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ പ്രിയ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ദൈവിക ജ്ഞാനത്തിൽ കൃപാവരത്തിൽ വളരുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിന്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. നയിക്കണമേ ആത്മാവേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ, ആത്മാവാം ദൈവമേ വരണേ, പരിശുദ്ധാത്മാവേ വരണമേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ആത്മാവാം ദൈവമേ വരണേ, ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവേ വരണമേ, ആത്മാവാം ദൈവമേ വരണേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ഞങ്ങളെ നയിക്കണമേ ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പൂർണ്ണ കർത്തൃത്വം അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ, വാക്കുകളെ, പ്രവൃത്തികളെ അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. കർത്താവിൽ അടിയുറച്ച് വളരുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. കൃപാവരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കർത്താവിൻ്റെ ഹിതം പൂർണ്ണമായും അനുവർത്തിച്ച് ജീവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ
ഞങ്ങളിലും വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവിൽ അനുദിനം വളരുന്ന കുടുംബങ്ങളായി മാറുവാൻ യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് പഴയ നിയമത്തിലെ യൂദിത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലെ ഒരു പുസ്തകം തന്നെ യൂദിത്തിൻ്റെ പേരിലുണ്ട്. ആ പുസ്തകത്തിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്നത് കർത്താവിനു വേണ്ടി യാതൊരു പേടിയും കൂടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ശത്രുപാളയത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ വിജയം കൊയ്യുന്ന യൂദിത്തിനെയാണ്. നമ്മൾ ഒത്തിരിയേറെ ശ്രേഷ്ഠരായ വനിതകളെ കുറിച്ച് കണ്ടു. അവരൊക്കെ അവരവരുടെ ജീവിത മേഖലകളിൽ ആയിരുന്നു കൊണ്ട് കർത്താവിന് സാക്ഷ്യം വഹിച്ചവരായിരുന്നു. എന്നാൽ യൂദിത്തിന്റെ പ്രത്യേകത എന്താണ്? ശത്രുപാളയത്തിലേക്ക് അവൾ കടന്നു ചെല്ലുകയാണ്. ശത്രുവിന്റെ ഇടയിൽ നിന്നുകൊണ്ട് അവൾ കർത്താവ് തന്നെ ഏൽപ്പിച്ച ആ ഒരു മിഷൻ അത് അവൾ പൂർത്തീകരിക്കുകയാണ്. യൂദിത്തിന്റെ ജീവിതത്തിൽ നിന്നും എന്തൊക്കെ പാഠങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. യൂദിത്ത് വളരെ ശ്രേഷ്ഠയായ ഒരു വ്യക്തിയായിരുന്നു. യൂദിത്തിനെ കുറിച്ച് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ തന്നെ പറയുന്ന ഒരു വാക്യമുണ്ട്. യൂദിത്തിന്റെ പുസ്തകം 13-ാം അധ്യായത്തിലെ 18-ാം തിരുവചനത്തിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉസിയ അവളോട് പറഞ്ഞു. ഉസിയ എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഒരു ശ്രേഷ്ഠനാണ്. ഉസിയ യൂദിത്തിനോട് പറയുകയാണ്, മകളെ, ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. ഈ ഒരു വാക്യത്തിൽ നിന്ന് തന്നെ യൂദിത്ത് എന്ന വ്യക്തിത്വം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഭൂമിയിലെ എല്ലാ ശ്രേഷ്ഠരായ വനിതകളെക്കാൾ ഒക്കെ ഉപരി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ് യൂദിത്ത് എന്നാണ് ഉസിയ പറയുന്നത്. നമുക്ക് യൂദിത്തിന്റെ ആ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് ഇന്ന് കൂടുതലായിട്ടൊന്ന് കടന്നു പോകാം. യൂദിത്തിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ 2 മുതൽ 8 വരെയുള്ള തിരുവാക്യങ്ങളിലാണ് യൂദിത്തിനെ കുറിച്ച് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെ 2-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യൂദിത്തിന്റെ ഭർത്താവ് മനാസെ അവളുടെ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ടവനായിരുന്നു. ബാർലിക്കൊയ്ത്തിന്റെ കാലത്ത് അവൻ മരണമടഞ്ഞു. ഇവിടെ യൂദിത്തിന്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണ്. യൂദിത്തിന്റെ ഭർത്താവ് മനാസെ, അവൻ ബാർലിക്കൊയ്ത്തിന്റെ കാലത്ത് മരണമടയുകയാണ്. വളരെ അപ്രതീക്ഷിതമായ ഒരു മരണമായിരുന്നു അത്. തൊട്ടടുത്ത വാക്യത്തിൽ നമുക്കത് വ്യക്തമാക്കി വചനം പറഞ്ഞു തരുന്നുണ്ട്. ചൂടേറ്റ് വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹം മരണമടയുകയായിരുന്നു. ആ സമയത്ത് ഇവർക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല. യൂദിത്ത് വിധവയായി തീരുകയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ, യൗവനത്തിൽ തന്നെ അവൾ വിധവയായി തീരുകയാണ്. നമുക്കറിയാം പ്രിയമുള്ളവരെ, എത്രമാത്രം ബുദ്ധിമുട്ട് ആ ഒരു അവസ്ഥയിൽ അവൾ അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന്. ജീവിതത്തിലെ സന്തോഷത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് തന്നെ അവൾക്ക് അവളുടെ ഭർത്താവിനെ നഷ്ടമാവുകയാണ്. അവൾ ജീവിതത്തിൽ ഒറ്റയ്ക്കാവുകയാണ്. തീർച്ചയായും വലിയ ഒരു പ്രതിസന്ധിക്ക് മുന്നിൽ അവൾ ആയിരിക്കുകയാണ്. തുടർന്ന് 4-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വിധവയായി തീർന്ന യൂദിത്ത് 3 കൊല്ലവും 4 മാസവും വീട്ടിൽ താമസിച്ചു. അവൾ അവളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ്. അവൾക്ക് ഭർത്താവിന് നഷ്ടമായി. ഒത്തിരിയേറെ പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ നേരിടേണ്ടതായി വരുന്നുണ്ട്. പക്ഷേ കർത്താവുമായുള്ള അവളുടെ ബന്ധത്തിൽ ഈ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും ഒരു ഇളക്കം തട്ടിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. തുടർന്ന് 6-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വിധവയായതിനു ശേഷം സാപത്തിന്റെ തലേനാളും സാപത്തും അമാവാസിയുടെ തലേനാളും അമാവാസിയും ഉത്സവ ദിനങ്ങളും ഇസ്രായേൽ ജനത്തിന്റെ ആഹ്ലാദ ദിനങ്ങളും ഒഴികെ മറ്റെല്ലാ ദിവസവും അവൾ ഉപവാസം അനുഷ്ഠിച്ചു. ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? കർത്താവിനെതിരെ തിരിയാൻ അവൾ ഒട്ടും തയ്യാറാകുന്നില്ല.
തൻ്റെ കഷ്ടതയിൽ, തൻ്റെ ബുദ്ധിമുട്ടിൽ, തൻ്റെ വിഷമകരമായ അവസ്ഥയിൽ അവൾ കർത്താവിൻ്റെ അടുത്തേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ്. ഈ ആഘോഷ ദിവസങ്ങൾ ഒഴികെ മറ്റെല്ലാ ദിവസവും അവൾ ഉപവാസം അനുഷ്ഠിച്ചു എന്ന വചനം പറയുന്നത്. അവൾ കർത്താവിനോട് ഒത്തു കഴിയുകയാണ്. കർത്താവിൽ അവൾ കൂടുതൽ ആഴപ്പെടുകയാണ്. ഈ കഷ്ടതയുടെ അനുഭവങ്ങൾ, ദുഃഖങ്ങൾ, ഇതെല്ലാം അവളെ കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാൻ പ്രിയമുള്ളവരെ. ഇതുപോലെ കഷ്ടതകൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒത്തിരി പേർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ യൂദിത്ത് നമുക്ക് എന്താ കാണിച്ചു തരുന്നത്? തൻ്റെ കഷ്ടതയുടെ ആ ഒരു അവസ്ഥയിൽ, ഭർത്താവ് നഷ്ടപ്പെട്ട് ഏകാന്തതയിലായിരിക്കുന്ന, ഒറ്റയ്ക്കായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവൾ കർത്താവിൽ ആശ്രയം കണ്ടെത്തുകയാണ്. കർത്താവിൽ സന്തോഷം കണ്ടെത്തുകയാണ്. അവൾ എല്ലാ ദിവസവും എന്ന പോലെ ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന ദിവസങ്ങൾ ഒഴികെ മറ്റെല്ലാ ദിവസവും അവൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനോട് ചേർന്നിരിക്കുകയാണ്. യൂദിത്ത് ഇന്ന് നാം ഓരോരുത്തരോടും എന്താ പറയുന്നത്? കഷ്ടതകളും സഹനങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമ്മെ കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള വഴിയാകണം എന്ന യൂദിത്ത് നമുക്ക് കാണിച്ചു തരുന്നത്. അവൾ പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്നും ആ ഒരു സന്തോഷവും സമാധാനവും സ്വീകരിച്ച് അവൾ മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് തിരുവാക്യം എന്താ പറയുന്നത്? അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവൾ സുന്ദരിയും ആകർഷകമായ മുഖശോഭയുള്ളവളുമായിരുന്നു. ആകർഷകമായ മുഖശോഭയും ഉള്ളവളായിരുന്നു. അവൾക്ക് സൗന്ദര്യത്തിന് കുറവുണ്ടായിരുന്നില്ല. ശാരീരികമായ യാതൊരു ബുദ്ധിമുട്ടുകളും അവൾക്കുണ്ടായിരുന്നില്ല. ഭർത്താവ് നഷ്ടപ്പെട്ട ആ ഒരു ദുഃഖത്തിലും അവൾ സുന്ദരിയായിരുന്നു. അവൾ മുഖശോഭയുള്ളവളായിരുന്നു. കരഞ്ഞ് ആ ഒരു വിഷമിച്ചുള്ള ആ ഒരു മുഖഭാവം അല്ല അവൾക്കുണ്ടായിരുന്നത്. സന്തോഷവതിയായിട്ടാണ് അവൾ എല്ലാവരുടെയും മുൻപിൽ കാണപ്പെട്ടത്. തുടർന്ന് തിരുവാക്യം പറയുകയാണ്, ഭർത്താവായ മനാസയുടെ വകയായി അവൾക്ക് സ്വർണവും വെള്ളിയും ദാസീദാസന്മാരും കന്നുകാലികളും വയലുകളും ലഭിച്ചു. അവൾ ഈ സമ്പത്ത് പരിപാലിച്ചു പോന്നു. തൻ്റെ ഭർത്താവ് തനിക്ക് ഏൽപ്പിച്ചു പോയ ആ കാര്യങ്ങളെല്ലാം അവൾ നോക്കി പരിപാലിച്ച് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തൻ്റെ കഷ്ടതകളും വിഷമങ്ങളും എല്ലാം വന്നപ്പോൾ അതിലൊതുങ്ങി ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തിത്വത്തെ അല്ല നമ്മൾ ഇവിടെ കാണുന്നത്. അവൾ വളരെ സന്തോഷവതിയായി, എല്ലാവർക്കും മാതൃകയായി, തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെല്ലാം ഭംഗിയായി ചെയ്തുകൊണ്ട് അതെല്ലാം നോക്കി നടത്തി അവൾ മുന്നോട്ട് പോവുകയാണ്. സുഭാഷിത പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ് ഒരു ഉത്തമയായ സ്ത്രീയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ. അവൾ ആ രീതിയിലെല്ലാം കൃത്യമായി മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് അടുത്ത വാക്യത്തിൽ കർത്താവ് കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്, ദൈവത്തോട് അതീവ ഭക്തിയുണ്ടായിരുന്ന അവളെ ആരും ദുഷിച്ചില്ല. അവൾക്ക് ദൈവത്തോട് അതീവ ഭക്തിയുണ്ടായിരുന്നു. അവളുടെ സ്വഭാവത്തിൽ ആർക്കും ഒരു ദുഷിപ്പ് പോലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ജീവിത സാഹചര്യങ്ങളെല്ലാം എതിരാണ്, എല്ലാം കഷ്ടത നിറഞ്ഞ ഒരവസ്ഥയാണ്, ദുഃഖപൂർണമായ ഒരവസ്ഥയാണ്. എന്നാൽ കർത്താവിനോടുള്ള ഭക്തിയിൽ അവൾ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. അതീവ ഭക്തിയുള്ളവളായിട്ടാണ് തിരുവചനം യൂദിത്തിനെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ചേർത്ത് വെച്ച് തിരുവചനം പറയുന്ന ഒരു കാര്യമുണ്ട്, അവളെ ആരും ദുഷിച്ചില്ല. ആർക്കും അവളുടെ സ്വഭാവത്തിലോ അവളുടെ പ്രവൃത്തിയിലോ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. തികച്ചും മാതൃകാപരമായ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിത്വത്തെയാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. തുടർന്ന് നമ്മൾ ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൾ മരിക്കുന്ന ആ സമയം എന്ന് പറയുന്നത് 105 വയസ്സെത്തിയിട്ട് അവൾ മരിക്കുന്നേ. അതിനിടയ്ക്ക് വലിയ ദൗത്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. അതേക്കുറിച്ച് നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ പഠിക്കും. എന്നാൽ ജീവിത അവസാനം വരെ അവൾ എന്തായിരുന്നു എന്ന് കർത്താവിന്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ഭർത്താവ് നഷ്ടപ്പെട്ട ഈ സമയത്ത്, വലിയ കഷ്ടതയുടെ സമയത്ത് എല്ലാം കർത്താവിൽ അതീവ ഭക്തിയായി ജീവിച്ച അവൾ ആർക്കും ദുഷിപ്പ് പറയാൻ സാധിക്കാത്ത യൂദിത്തിനെ കുറിച്ച് പുസ്തകത്തിന്റെ അവസാനം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 21-ാം വാക്യത്തിന്റെ 3-ാം ഭാഗത്ത് കർത്താവ് എന്താ പറയുന്നത്?
ജീവിതകാലം മുഴുവൻ സകല ജനത്തിനും ആദരണീയയായി അവൾ അവിടെ തന്റെ ഭൂമിയിൽ വസിച്ചു. ജീവിതകാലം മുഴുവൻ സകല ജനത്തിനും ആദരണീയയായി അവൾ ജീവിക്കുകയാണ്. തുടർന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു, അവളെ വിവാഹം ചെയ്യാൻ പലരും ആഗ്രഹിച്ചു. എന്നാൽ തന്റെ ഭർത്താവ് മനാസെ മരിച്ച് പിതാക്കന്മാരോട് ചേർന്നതു മുതൽ ജീവിതകാലം മുഴുവൻ അവൾ വിധവയായി കഴിഞ്ഞു. അവളുടെ യശസ് നിരന്തരം വർദ്ധിച്ചു വന്നു. വൃദ്ധയായി 105 വയസ്സുവരെ അവൾ ഭർതൃഗൃഹത്തിൽ വസിച്ചു. യൂദിത്തിന്റെ ജീവിതകാലം മുഴുവൻ കർത്താവ് നമുക്ക് മുൻപിൽ കാണിച്ചു തരികയാണ്. തന്റെ ആരംഭത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞു, അവൾ അതീവ ഭക്തയായിരുന്നു, അവളെ ആരും ദുഷിച്ചില്ല എന്ന്. ഇവിടെ അവസാനം 105 വയസ്സുവരെ അവൾ ജീവിച്ചു. ആ ജീവിതകാലം മുഴുവൻ തിരുവചനം വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്, സകലർക്കും പ്രിയപ്പെട്ടവളായി യശസ് വർദ്ധിപ്പിച്ച് വളരെ മാന്യമായി ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു അവൾ. എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ, എല്ലാവർക്കും നന്മ ചെയ്തവൾ. ജീവിതകാലം മുഴുവൻ ആ ഒരു ജീവിതം നമുക്ക് മാതൃകാപരമായി കർത്താവ് നമുക്ക് മുൻപിൽ കാണിച്ചു തരികയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എത്രമാത്രം യൂദത്തിൽ നിന്നും ഈ ഒരു സ്വഭാവത്തെ ഏറ്റെടുക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. വ്യക്തിപരമായി നാം ഓരോരുത്തരും നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ യൂദിത്തുമായി നമ്മളെ ഒന്ന് കമ്പയർ ചെയ്യുക. ഭർത്താവ് നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ആ ഒരു ജീവിതം, കുഞ്ഞുങ്ങളൊന്നുമില്ല, അവൾ ഭർതൃ വീട്ടിൽ അങ്ങനെ കഴിയുകയാണ്. എന്നാൽ നിരാശയിലേക്കല്ല അവൾ പോകുന്നത്. കർത്താവിൽ അതീവ ഭക്തിയിൽ വർദ്ധിച്ചു വന്ന് എല്ലാവർക്കും നന്മ ചെയ്ത് എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതത്തെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പുതിയ നിയമത്തിൽ എല്ലാ ലേഖനങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്, മാനുഷിക പ്രീതിക്ക് പുറകെ നിങ്ങൾ ഓടരുതെന്ന്, കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലെ 10-ാം തിരുവാക്യത്തിന്റെ അവസാന ഭാഗം പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായി പ്രബോധനം തരുന്നുണ്ട്. ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസൻ ആവുകയില്ലായിരുന്നു. അപ്പോൾ പിന്നെ യൂദിത്ത് എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി പ്രീതികരമായി ജീവിച്ചു എന്ന് പറയുമ്പോൾ അവൾ കർത്താവിനെ പ്രസാദിപ്പിച്ചില്ല എന്നാണോ അർത്ഥമാക്കുന്നത്? ഇതിനുള്ള ഉത്തരം സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം തിരുവാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ കർത്താവ് തന്നെ നമുക്ക് നൽകിയ ഒരു ഉപദേശമാണിത്. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണം. നമ്മുടെ സൽപ്രവർത്തികൾ മനുഷ്യർക്ക് മുൻപിൽ കാണപ്പെടണം. ഇതാണ് ഇവിടെ യൂദിത്ത് ചെയ്യുന്നത്. അവൾ നന്മയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയപ്പോൾ, സൽപ്രവർത്തികളിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടെ സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടുകയായിരുന്നു. ലോകത്തിന്റെ മുൻപിൽ അവൾ ഒരു പ്രകാശമായി മാറുകയായിരുന്നു. ഇത് തന്നെയാണ് കർത്താവ് നാം ഓരോരുത്തരോടും പറയുന്നത്. നാം ആയിരിക്കുന്നിടത്ത് നമ്മൾ സൽപ്രവർത്തികളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. മാനുഷിക പ്രീതിക്ക് വേണ്ടിയല്ല, സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. കർത്താവിനെയാണ് നമ്മൾ അവിടെ പ്രീതിപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മാനുഷിക പ്രീതിക്ക് യോഗ്യരായി തീരുമെന്ന കർത്താവ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാര വേളയിൽ കർത്താവിനെ കുറിച്ച് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം തിരുവാക്യം. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. നമ്മുടെ കർത്താവ് ഇവിടെ മനുഷ്യനായി അവതരിച്ചപ്പോൾ അവൻ വളർന്നു വന്നത് എങ്ങനെയെന്നാ തിരുവചനം പറയുന്നത്? ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ദൈവത്തെ പ്രീതിപ്പെടുത്തി ഒരുവൻ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യർക്ക് അവനോട് ഇഷ്ടം തോന്നുകയാണ് ചെയ്യുന്നത്.
എന്നാൽ മാനുഷിക പ്രീതിക്ക് വേണ്ടി നമ്മൾ ബന്ധപ്പെട്ട് ഓടുമ്പോൾ അവിടെ നമ്മൾ ദൈവത്തിന്റെ പ്രീതിയെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിനെ പ്രീതിപ്പെടുത്തി ജീവിച്ചപ്പോൾ, ഇവിടെ യൂദിത്ത് കർത്താവിനോട് ചേർന്ന് ജീവിച്ചപ്പോൾ എല്ലാ മനുഷ്യർക്കും പ്രിയപ്പെട്ടവളായിട്ട് അവൾ മാറുകയായിരുന്നു. പുതിയ നിയമത്തിലും നമ്മൾ ഇതുപോലെ തന്നെ ഒരു ശ്രേഷ്ഠമായ ജീവിതത്തെ കാണുന്നുണ്ട്. പ്രവാചികയായ അന്ന നമ്മൾ പഠിച്ചതാണ്. വിധവയായി തീർന്ന, ഇതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിലെ വിധവയായി തീർന്ന അന്നയെ കുറിച്ച് തിരുവചനം എന്താ പറയുന്നേ? കർത്താവിൽ അവൾ അടിയുറച്ച് വളരുന്നതായിട്ടാ കാണുന്നേ. അവളുടെ ജീവിതകാലം മുഴുവൻ രാവോ പകലോ എന്നില്ലാതെ അവൾ ദേവാലയത്തിൽ ചെലവിടുന്നതായിട്ടാ നമ്മൾ കാണുന്നേ. ഈ യൂദിത്തിനെ പോലെ തന്നെ അന്നയും നമ്മുടെ മുൻപിൽ എന്താ പറയുന്നേ? നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, അത് കർത്താവിൽ നിന്ന് നമ്മെ അകറ്റുകയല്ല ചെയ്യുന്നത്. കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള വഴികളായിട്ട് വേണം നമ്മുടെ ഓരോ പ്രതിസന്ധിയും മാറുവാനായിട്ട്. ഇത് തന്നെയാ ലേഖനങ്ങളിലെല്ലാം നമ്മോട് അപ്പസ്തോലന്മാർ പറഞ്ഞു തരുന്നത്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 2 മുതലുള്ള തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതത്തിലെ പരിശോധനകളെ, പ്രലോഭനങ്ങളെ കുറിച്ച് യാക്കോബ് ശ്ലീഹ അവിടെ നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട്. എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവേൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴാണ് നമുക്കതിൽ സ്ഥിരത ലഭിക്കുക. നമ്മൾ വിശ്വാസത്തിൽ വളരുന്നവരായി മാറുക. ആ സ്ഥിരതയാണ് അവസാനം ക്രിസ്തുവിൽ നമ്മെ പൂർണ്ണരാക്കി തീർക്കുന്നതെന്ന യാക്കോബ് ശ്ലീഹ പറയുന്നത്. യൂദിത്ത് നമുക്കതല്ലേ കാണിച്ചു തരുന്നത്? അവളുടെ ജീവിതത്തിലെ ഓരോ പരിശോധനയും അവളുടെ വളർച്ചയ്ക്കുള്ള കാരണങ്ങളായിട്ടാണ് മാറുന്നത്. അവൾ തളർന്നു പോകുന്നതായിട്ടല്ല, കർത്താവിൽ അവർ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് തിരുവചനം പറഞ്ഞു തരുന്നത്. നമുക്ക് പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവാക്യം ഒന്ന് ശ്രദ്ധിക്കാം. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു. പൗലോസ് ശ്ലീഹ തന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രലോഭനങ്ങളെ കുറിച്ച്, പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയാണ്. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല. ഇവിടെ ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടെന്നാ പൗലോസ് ശ്ലീഹ പറയുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ ഒത്തിരിയേറെ മുന്നോട്ട് പാഞ്ഞ ഒരു വ്യക്തിയായിരുന്നു പൗലോസ് ശ്ലീഹ. എന്നാൽ ഞെരുക്കങ്ങൾ, എല്ലാ വിധത്തിലും ഞെരുക്കങ്ങൾ ഉണ്ടെന്നാ പൗലോസ് ശ്ലീഹ പറയുന്നത്. പക്ഷേ ആ ഞെരുക്കങ്ങൾക്ക് ഒരിക്കലും തന്നെ തകർക്കാൻ പറ്റിയിട്ടില്ലെന്ന് പൗലോസ് ശ്ലീഹ ഏറ്റു പറയുകയാണ്. അതിന്റെ കാരണവും പൗലോസ് ശ്ലീഹ തന്നെ പറയുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അവിടെ 28-ാം തിരുവാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്ക് അറിയാമല്ലോ. പൗലോസ് ശ്ലീഹയ്ക്ക് അത് അറിയാമായിരുന്നു, കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് എന്ത് തന്നെ പ്രശ്നം വന്നപ്പോഴും അദ്ദേഹം കുലുങ്ങാത്തത്. ഒരു പ്രശ്നത്തിനും, ഒരു പ്രതിസന്ധിക്കും, ഭീഷണിക്കോ ഒന്നും അദ്ദേഹത്തെ ഇളക്കാൻ സാധിച്ചിട്ടില്ല. വിശ്വാസത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് അദ്ദേഹം പോവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാ? അത് നന്മയ്ക്കായി തൻ്റെ ദൈവം പരിണമിപ്പിക്കുമെന്ന് പൗലോസ് ശ്ലീഹയ്ക്ക് അറിയാമായിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് യൂദത്തിലൂടെ കർത്താവ് നമ്മളോട് എന്താ പറയുന്നേ? നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ തകർന്നു പോവുകയാണോ ചെയ്യേണ്ടത്? യൂദിത്ത് എന്താ നമുക്ക് കാണിച്ചു തന്നത്? അവൾ വളരെ സ്ഥൈര്യത്തോടെ നിൽക്കുകയാണ്. കർത്താവിനോട് കൂടുതൽ അടുപ്പമുള്ളവളായി മാറുകയാണ്. വിശ്വാസത്തിൽ അവൾ വളർച്ച പ്രാപിക്കുകയാണ്. സകലർക്കും മാതൃകയായി അവൾ ജീവിക്കുകയാണ്. നമുക്കും ഈ പാഠം ഉൾക്കൊള്ളാൻ പ്രിയമുള്ളവരെ, ആ ഒരു കൃപ ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശോധനകളിൽ, നമ്മുടെ പ്രലോഭനങ്ങളിലെല്ലാം കർത്താവിൽ അടിയുറച്ചു നിൽക്കാനുള്ള ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതൊന്നും എൻ്റെ നാശത്തിനല്ല, എന്നെ കൂടുതൽ സ്ഥിരപ്പെടുത്താനാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് വരാം. അത് കൂടുതൽ നന്മയ്ക്കായി എൻ്റെ ദൈവം അത് മാറ്റുമെന്നുള്ള ഒരു ഉറപ്പോടെ നമ്മുടെ കർത്താവിന്റെ മുൻപിൽ നമുക്ക് ആയിരിക്കാം. യൂദത്തിലുണ്ടായിരുന്ന ഈ ഒരു അഭിഷേകം, ഈ ഒരു കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ മുൻപിൽ നമുക്ക് നന്ദിയോടെ ആയിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം കർത്താവേ കൃത്യതയോടെ, കൃത്യമായ വീക്ഷണത്തോടെ അതിനെ നേരിടാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ആ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെ സഹായിക്കണേ. ഹല്ലേലൂയ. കഷ്ടങ്ങളിലും പാതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനിന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഹല്ലേലൂയ. ഞാനിന്നും നിന്റെ ദൈവം, ഞങ്ങളെ ഏറ്റു പറയുന്നു ഈശോയെ. എന്നും എന്റേതാണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഷ്ടങ്ങളിലും പാതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, ഹല്ലേലൂയ. നീ എന്നും എന്റേതാണേ. ഈശോയെ നന്ദി. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. കർത്താവേ, ഈ ഒരു തിരിച്ചറിവോട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് എപ്പോഴും ഏത് കഷ്ടതയിലും ഏത് കണ്ണുനീരിലും അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ടെന്ന്, ഞങ്ങളുടെ ദൈവമായി ഞങ്ങളോടൊപ്പമുണ്ടെന്ന് ആ ഒരു ബോധ്യം കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. അതിൽ ഉറച്ച് വിശ്വസിക്കുവാനുള്ള കൃപ കർത്താവേ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കൃപ നൽകണമേ. നിന്നെ തകർക്കുവാനോ നിന്നെ തളർത്തുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. വിശ്വസിക്കുന്നു കർത്താവേ. നിന്നെ തകർക്കുവാനോ നിന്നെ തളർത്തുവാനോ അല്ലല്ല ഈ വേദന, ഹല്ലേലൂയ. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നന്ദി ഈശോയേ. നഷ്ടങ്ങളിലും പാതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനിന്നും നിന്റെ ദൈവം, ഹല്ലേലൂയ. നീ എന്നും എന്റേതാണേ. ആമേൻ, ആമേൻ. ഞാനിന്നും നിന്റെ ദൈവം, നന്ദി നീ ഈശോയേ. എന്നും എന്റേതാണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നും എന്റേതാണേ. ഹല്ലേലൂയ. ഈശോയേ നന്ദി. കർത്താവേ, ആ ഒരു കൃപ ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ, കണ്ണുനീരിൽ അങ്ങിൽ കൂടുതൽ അടിയുറച്ച് മുന്നേറുവാനുള്ള കൃപ കർത്താവെ, അങ്ങ് ദൈവമായി ഞങ്ങളോടൊപ്പമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ഓടുവാനുള്ള കൃപ കർത്താവേ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പ്രിയമുള്ളവരെ, യൂദത്തിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞതുപോലെ നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ കണ്ണുനീര്, നാം നേരിടുന്ന വലിയ പ്രതിസന്ധികൾ, ഇതെല്ലാം കർത്താവിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുവാനുള്ള കാരണങ്ങളായി മാറണം. ആ ഒരു കൃപ, അത് കൃപയായി നമ്മിൽ വളരുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിച്ച് നമുക്ക് ആ കൃപ നേടിയെടുക്കാം. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും അറിയിക്കുക. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ നീട്ടിത്തരണം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.